ആറാം ഘട്ടത്തിൽ 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 58 മണ്ഡലങ്ങൾ, ആകെ 800-ലധികം സ്ഥാനാർത്ഥികൾ. ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും ബീഹാറുമെല്ലാം ഉണ്ടെങ്കിലും കണക്കുകൂട്ടലുകൾ അവസാനിക്കാത്ത, ഇപ്പോഴും പ്രവചനാതീതമായി തുടരുന്ന 2 പ്രദേശങ്ങളാണ് ഹരിയാനയും ഡൽഹിയും. രാജ്യ തലസ്ഥാനത്ത് ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. ആകെ 1,47,42,000 വോട്ടുകൾ. 2019 അപേക്ഷിച്ച് 6.5% വർധനവ്. VVIP വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. VVIP വോട്ടർമാരെ കൊണ്ട് സമ്പന്നമായ ഡൽഹിയിൽ നാളെ കുറച്ച് കൗതുകങ്ങൾ സംഭവിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ആം ആദ്മി പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുക. അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ കോൺഗ്രസിനും വോട്ട് ചെയ്യും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPM നേതാക്കളും CPI നേതാക്കളുമായ ആനി രാജ, ഡി രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവരുടെയും വോട്ട് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്കായിരിക്കും. പോളിംഗ് ഉപകരണങ്ങളുടെ വിതരണം പുരോഗമിക്കുകയാണ്. സുരക്ഷയ്ക്ക് 60,000 സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഡ്രോൺ സർവൈലൻസ്. ഇടത് വലത് തരംഗങ്ങൾക്കൊപ്പം കനത്ത ഉഷ്ണതരംഗം കൂടെയുണ്ട്. ചൂട് 47 ഡിഗ്രി വരെ പോകും. കനത്ത ചൂടിനെ വെല്ലുവിളിച്ച് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർ ബൂത്തുകളിലേക്ക് എത്തണം. നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. വോട്ടിംഗ് ശതമാനത്തെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. 2019 56% വോട്ടുകൾ നേടിയായിരുന്നു BJP 7 സീറ്റുകളും പിടിച്ചെടുത്ത് അധികാരത്തിൽ വന്നത്. കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും കൂടെ ചേർന്ന് 40% വോട്ടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഇന്ത്യ സഖ്യത്തിൽ ഒത്തൊരുമിച്ച് പോരാടുമ്പോൾ ചുരുങ്ങിയത് 4 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം. പരമ്പരാഗത ശൈലിയായ കേന്ദ്രത്തിൽ BJPക്ക് നിയമസഭയിൽ ആപ്പിന് എന്ന ജനങ്ങളുടെ മൈൻഡ് സെറ്റ് പൊളിക്കുക എന്ന ദൗത്യം ഇന്ത്യ സഖ്യത്തിനും കളം മാറ്റി നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷ BJPക്കും. ഹരിയാനയിൽ 2019 ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ നിലവിൽ BJPക്കില്ല. അവിടെ JJP NDA സഖ്യം വിട്ടതോടെ ജാട്ട് വോട്ടുകൾ ഭിന്നിക്കും. ഒപ്പം കർഷകരുടെ വികാരവും ഗുസ്തി താരങ്ങളുടെ സമരവും BJPക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് ഹരിയാനയിലാണ്. ഉത്തരേന്ത്യയിൽ BJP സർക്കാരിൻ്റെ ഭാവി തുലാസിലുള്ള ഹരിയാനയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലവും ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാകാൻ വേണ്ട ഫാക്ടറുകൾ അവിടെയുണ്ട്. ഒപ്പം കോൺഗ്രസിൻ്റെ കരുത്തുറ്റ സംസ്ഥാന അധ്യക്ഷനെന്ന ഇമേജുള്ള ഹൂഡയുടെ തന്ത്രങ്ങളും. കൊൽക്കത്ത ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായ്, ബാൻസുരി സുരാജ്, മനേകാ ഗാന്ധി, കനയ്യകുമാർ തുടങ്ങി പ്രമുഖ സ്ഥാനാർത്ഥികളും. നമ്പറുകൾ ടാലിയാക്കാൻ പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ചില മണ്ഡലങ്ങളിലൂടെ BJPക്ക് സാധിക്കും എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ പ്രതീക്ഷ. എന്തായാലും ജൂൺ 4 ആരുടെ ദിവസമായിരിക്കുമെന്നും എനിക്ക് പുറകിൽ കാണുന്ന നോർത്ത് സൗത്ത് ബ്ലോക്കുകളിലെ മന്ത്രാലയങ്ങളിൽ ആരൊക്കെ വരുമെന്നും അറിയാൻ ചുരുക്കം നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കർത്തവ്യപഥിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.